നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് വെയിൻ. അതായത് അധ്യാപക വൃത്തിയിലുള്ളതോ ആയ ആളുകൾക്കോ അതല്ലെങ്കിൽ സെയിൽസ് എന്ന് വെച്ചാൽ കടകളിലും മറ്റും സെയിൽസ് സ്റ്റാഫുകളിലും വളരെയധികം നേരം വെച്ചാൽ രാവിലെ ജോലിക്ക് കയറി വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുന്നത് വരെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് വെയിൻ. ഈ വെരിക്കോസ് വെയിൻ എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. ചില അനാട്ടമിക്കൽ എറർ കാരണമാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. അതായത് രക്തം നമ്മുടെ ഹൃദയത്തിൽ നിന്നും എല്ലാ അവയവങ്ങളിലേക്കും എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം രക്തം പമ്പ് ചെയ്യുന്നതിന് ഈ ഒരു അവയവം ഉള്ളത് കൊണ്ട് എല്ലാ അവയവങ്ങളിലേക്കും അതുപോലെ കൈകാലുകളിലേക്കും എത്താൻ എളുപ്പമാണ്. അത് താഴെ ഭാഗത്തുള്ള അവയവങ്ങളിലേക്ക്, അതായത് അരയ്ക്ക് താഴേക്കുള്ള അല്ലെങ്കിൽ ഹൃദയത്തിന് താഴേക്കുള്ള അവയവങ്ങളിലേക്കെല്ലാം തന്നെ ഇത് പെട്ടെന്ന് എത്തും. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഒരു പ്രഭാവം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ താഴെ ഭാഗത്തേക്ക് എത്തും. ഹൃദയത്തിലേക്ക് മുകളിലുള്ള അവയവങ്ങളിലേക്ക് രക്തത്തിൻ്റെ പ്രഷറും സ്വാഭാവികമായിട്ടും ഹൃദയം ചെലുത്തുന്ന പ്രഷറും കാരണം ഇത് വളരെ പെട്ടെന്ന് തന്നെ മുകളിലേക്കും എത്താൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ച് ഹൃദയത്തിലേക്ക് എത്താനും ഹൃദയത്തിന് മുകൾ ഭാഗത്തേക്കുള്ള അവയവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം ഇത് പെട്ടെന്ന് തന്നെ ഹൃദയത്തിലേക്ക് തിരിച്ച് ബാക്ക് ഫ്ലോ വരും. എന്നുവെച്ചാൽ വീണ്ടും ഇത് ചംക്രമണം എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. അതുപോലെ തന്നെ കാലുകളിലേക്ക് എത്തിയ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് എത്താൻ അവിടെ പ്രത്യേകിച്ച് ഒരു സംവിധാനവും ഇല്ല. അപ്പോൾ അവിടെ ചെറിയ ചെറിയ സംവിധാനങ്ങളാണ് നമുക്ക് രക്തക്കുഴലുകളിൽ ഉണ്ടാവുകയുള്ളൂ. അത് ചെറുതായിട്ടുള്ള വാൽവ് പോലെയുള്ള ചെറിയ എന്നുവെച്ചാൽ തിരിച്ച് വരുമ്പോൾ ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് തിരിച്ച് കാലിലേക്ക് തന്നെ ഒഴുകി പോകാതിരിക്കാനായിട്ട് ചെറിയൊരു വാൾവ്, അതായത് ബാക്ക് ഫ്ലോ തടയാനായിട്ടുള്ള ചെറിയ വാൾവുകൾ. ഈ വാൾവ് സംവിധാനത്തിലാണ് പ്രശ്നം വരിക വെരിക്കോസ് വെയിനിൻ്റെ ബുദ്ധിമുട്ടിൽ. അതായത് കാലിൻ്റെ മസിലുകളാണ് അവിടെ ഒരു പ്രഷർ കൊടുക്കുക തിരിച്ച് ഹൃദയത്തിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഈ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു മർദ്ദത്തിൻ്റെ ഇത് മൂലം നമുക്ക് തിരിച്ച് ബ്ലഡ് ഹൃദയത്തിലേക്ക് എത്തുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത്. എന്നാൽ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഈ ബാക്ക് ഫ്ലോ അവിടെ കുറേ അധികം നേരം ഉണ്ടാവുകയാണ് ചെയ്യുക. അതായത് തിരിച്ച് ഹൃദയത്തിലേക്ക് രക്തം പമ്പ് കാലിലെ ബ്ലഡ് മസിലിൻ്റെ പ്രവർത്തനം മൂലം ഒരു പ്രഷർ കിട്ടി മുകളിലേക്ക് വരുമ്പോൾ ആ ബാക്ക് ഫ്ലോ തടയുന്ന ആ വാൾവുകൾ പൂർണ്ണമായിട്ടും ക്ലോസ് ആകില്ല. അതായത് ജസ്റ്റ് ഒന്ന് ചെറിയൊരു നാരോ ഓപ്പണിംഗ് പോലെ അവിടെ ഉണ്ടാവുകയും തിരിച്ച് ഈ ബ്ലഡ് നമ്മുടെ കാലിലെ രക്തക്കുഴലുകളിൽ തന്നെ കെട്ടിക്കിടക്കുകയും കാലക്രമേണ അത് ഞരമ്പ് ചുരുളുന്ന ഒരവസ്ഥയും ധാരാളം രക്തം ഇതുപോലെ ഒരേ സമയം അവിടെ തിരിച്ചെത്താനാകാതെ കുറച്ച് നേരം അവിടെ ഒരു ഡിലേ വരുന്നു. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും തിരിച്ച് എത്തേണ്ട ആ സമയത്ത് തിരിച്ച് ബ്ലഡ് എത്തുന്നില്ല. കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം കുറച്ച് അധികം ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്താലാണ് ആ പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ. തിരിച്ച് രക്തചംക്രമണത്തിലെത്തി ആ ബ്ലഡ് ഹൃദയത്തിലെത്തുകയും ചെയ്യുകയുള്ളൂ. ആ ഒരു സമയത്ത് കുറച്ചൊരു ഡിലേ വരുന്ന ആ സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ആ പോഷണങ്ങൾ അവിടുത്തെ ലോക്കലിയുള്ള കോശങ്ങളിലേക്ക് ഈ രക്തത്തെ എത്തിച്ച് അവിടെയുള്ള കോശങ്ങളിലെ വേസ്റ്റ് മെറ്റീരിയൽ, അതായത് അവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ അപചയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ തിരിച്ച് ഈ രക്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് അത് വീണ്ടും നമ്മുടെ ഹൃദയത്തിലെത്തി വീണ്ടും അത് ശ്വാസകോശത്തിലൂടെയും അതുപോലെ നമ്മുടെ വൃക്കകളിലൂടെയൊക്കെ പോയി ആയിട്ട് വേണം വീണ്ടും നമുക്ക് ഇത് ശുദ്ധമായ രക്തമായിട്ട് കിട്ടാൻ. അപ്പോൾ ആ സമയത്ത് ഈ തിരിച്ചുള്ള ബ്ലഡ് ഫ്ലോ കുറച്ച് ഡിലേ വരുന്നത് കൊണ്ട് അവിടുത്തെ വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് കളരുന്നതും അതുപോലെ പുതിയ ബ്ലഡ് അവിടെ എത്തുന്നതിലും ഒരു ഡിലേ വരുന്ന ഒരു സംഭവമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ഒന്നാമത് ഞരമ്പ് ചുരുണ്ടിരിക്കും അവിടെ. ഒന്ന് കോസ്മെറ്റിക് പ്രശ്നം വെച്ചാൽ നമുക്ക് ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു തടിപ്പും അതുപോലെ നീരും ഒക്കെ കാണും. രണ്ടാമത് വരുന്നത് അവിടെ മസിലുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയൽ, അതായത് അവിടെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ചയാപചയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മാലിന്യങ്ങൾ തിരിച്ച് എത്തുന്നതിലുള്ള കാലതാമസം, അതുപോലെ നമ്മുടെ തൊലിയുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ, ഇതെല്ലാം സമയാസമയം നീക്കപ്പെടുകയും അത് സമയാസമയം അവർക്ക് പോഷണം എത്താതെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതിൽ ചിലത് കാലിലെ വ്രണങ്ങളായിരിക്കാം, ചിലപ്പോൾ
കാലിലെ മസിലിന് കഴപ്പ് പോലെ വേദനയായിരിക്കാം, ചിലപ്പോൾ ഡ്രൈനെസ് പോലെ ആയിരിക്കാം, ചിലപ്പോൾ വിണ്ട് കീറൽ പോലെ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളാണ് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സ്വാഭാവികമായിട്ടുള്ള രക്തചംക്രമണത്തെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ നോർമലി എങ്ങനെയാണോ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നത് അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാലക്രമേണയുള്ള ബുദ്ധിമുട്ടുകളുടെ ആ ഒരു ആക്കം കുറച്ച് നമുക്ക് ഒരു സൂത്തനിങ് ഇഫക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒന്നാമതായിട്ട് നമുക്ക് ഈ ബാക്ക് ഫ്ലോ തിരിച്ചു കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ദിവസവും ഒരു 5-10 മിനിറ്റ് നമ്മൾ വൈദ്യനിർദ്ദേശപ്രകാരം ആ കണ്ടീഷൻ അവിടെ ചിലപ്പോൾ വ്രണങ്ങളായിരിക്കാം, ചിലപ്പോൾ നീരായിരിക്കാം, ചിലപ്പോൾ ഡ്രൈനെസ് ആയിരിക്കാം. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഔഷധങ്ങൾ വെച്ച് നമുക്ക് ചിലപ്പോൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അപ്വേർഡ് മസാജ് ആയിരിക്കും കൂടുതലും ഉപകാരമാകുക. അതായത് വെരിക്കോസ് വെയിൻ്റെ ബാക്ക് ഫ്ലോ കൂട്ടാനായിട്ട് നമുക്ക് അപ്വേർഡ് മസാജാണ് പല കേസുകളിലും കൂടുതലായിട്ട് നന്നായിട്ട് കണ്ടിട്ടുള്ളത്. ചിലരിൽ ഇതുപോലെ രക്തമോക്ഷം ചെയ്യേണ്ടി വരും. വല്ലാതെ കൂടിയിരിക്കുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ രക്തമോക്ഷമായിട്ട് തന്നെ വ്രണങ്ങളൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ രക്തമോക്ഷമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഔഷധങ്ങൾ അവിടെ വെച്ച് കെട്ടി നിർത്തി ചിലപ്പോൾ നമുക്ക് അവിടുത്തെ നീരിനെയോ അതല്ലെങ്കിൽ കടച്ചിലിനെയൊക്കെ കുറയ്ക്കേണ്ട അവസ്ഥ വരാം. ഇതെല്ലാം ഓരോ രോഗിക്കും ഓരോ അവസ്ഥയിലാണ്. ചില ആൾക്കാർക്ക് വേറെ പുറമേക്കൊരു വ്രണമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ചികിത്സാ രീതി വേറെയാണ്. ഇനി അതല്ല, കടച്ചിൽ മാത്രമാണെങ്കിൽ ചിലവർക്ക് ഈ ക്രാംസ് പോലെ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചികിത്സ മാറ്റിക്കൊണ്ടിരിക്കണം. എല്ലാവർക്കും ഒരേ ചികിത്സയായിരിക്കില്ല. എല്ലാവർക്കും ബേസിക്കായിട്ട് ഈ ബാക്ക് ഫ്ലോ കൂട്ടാനുള്ള പ്രക്രിയ എല്ലാവർക്കും ഒരേപോലെ തന്നെയായിരിക്കും. എന്നുവെച്ചാൽ രാവിലെ നിർദ്ദേശിച്ച ഔഷധങ്ങളിട്ട് കാച്ചിയ തൈലം തേച്ച് ഒന്ന് അപ്വേർഡായിട്ടൊന്ന് മസാജ് ചെയ്ത് ജസ്റ്റ് അവിടുത്തെ സ്കിന്നിൻ്റെയൊക്കെ എല്ലാം ആരോഗ്യത്തിലാണോ എന്ന് ദിവസവും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ കൂടെ ഡയബറ്റിക് ആണെങ്കിൽ, അതായത് ഷുഗറുള്ള ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സ്കിൻ കെയർ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വ്രണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതായത് ഡയബറ്റിക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അവർക്ക് അത് ഉണങ്ങാനും വളരെയധികം കാലതാമസം വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് ഈ വേസ്റ്റ് മെറ്റീരിയൽ വളരെയധികം കൂടുന്നുണ്ടോ, അതല്ലെങ്കിൽ അവിടെ വ്രണങ്ങൾ വരുന്നുണ്ടോ, ബാക്ക് ഫ്ലോ കറക്റ്റാണോ, നീര് വരുന്നുണ്ടോ, ഇതെല്ലാം ഡയബറ്റിക് പേഷ്യൻസ് കുറച്ചുകൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അസുഖം കൂടിയാണ് വെരിക്കോസ് വെയിൻ.